ഞാനും ഒരിക്കൽ റിച്ച് ആകും, ഞാനും ഒരിക്കൽ അത് ചെയ്യും. ഇഫ് യു കീപ് സെയിങ് വൺ ഡേ, ദാറ്റ് ഡേ നെവർ കംസ്. ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോഴുണ്ടാകുന്ന ആപത്തിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിൽ പല ആൾക്കാരും ഒരിക്കലെങ്കിലും അവരുടെ ലൈഫിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഞാനും ഒരിക്കൽ ഇത് സ്റ്റാർട്ട് ചെയ്യും. ബിസിനസ്സിൻ്റെ കാര്യം ആയിക്കോട്ടെ, ഞാൻ ഒരിക്കൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, ഞാൻ ഒരിക്കൽ വലിയ റിച്ച് ആകും, ഞാൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്കായൊരു ദിവസം വരും. ഇതൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കലണ്ടറിൽ എവിടെയാ ഈ ആ ദിവസം കിടക്കണേ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള ദിവസങ്ങൾ എന്ന് പറയണത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ അങ്ങനെയാ. അല്ലാതെ ആ ദിവസം എന്ന് പറയുന്ന ഒരു ദിവസം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ആ ദിവസം എങ്ങനെയാ നമുക്ക് വരിക? ഞാനൊരു ദിവസം അത് ചെയ്യും എന്ന് പറയുന്നതിന് പകരം ഇന്നു മുതൽ അതിനായി ഞാൻ ചെയ്ത് തുടങ്ങും എന്ന് പറയുക. ഓക്കെ, എന്തെങ്കിലും ഒരു ചെറിയ ആക്ഷനെങ്കിലും നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യുക. എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പം നമുക്കൊരു ബിസിനസ് ഞാൻ തുടങ്ങും എന്ന് പറയുന്നതിന് പകരം ഇന്ന് നമ്മളത് അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. എനിക്കായിട്ടൊരു ദിവസം നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് നമ്മളാരെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് ഇത് പറയുന്നത്, ഞാനും അങ്ങനെ ആകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്പിറേഷണൽ മൂവീസ് കാണുമ്പോഴായിരിക്കും നമ്മളത് പറയണത്. അപ്പോൾ ആ സമയത്ത് ഇപ്പോഴല്ലെങ്കിൽ അന്ന് തന്നെ എപ്പോഴെങ്കിലും അതിനുവേണ്ടി ഒരു ചെറിയ നമ്മൾ പറയല്ലേ, ചെറുവിരലെങ്കിലും അനക്കുക. ഓക്കെ, ഒരു ചെറിയൊരു കാര്യം ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അത് തന്നെ വലിയ കാര്യമാണ്. അത് തന്നെയാണ് തുടക്കം. അത് തുടങ്ങി കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് ഇനി മുതൽ പറയുന്ന സമയത്ത് വൺ ഡേ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യും, വൺ ഡേ എന്നുള്ളത് നിർത്തുക. കലണ്ടറിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. സൈക്കോളജിപരമായി ഇതിനെ സംഡേ സിൻഡ്രോം എന്നാണ് പറയുന്നത്. അതായത് നമുക്കൊരു പ്രോപ്പറായിട്ട് ഒരു ലക്ഷ്യമൊന്നും ഇല്ലാത്തൊരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് അത് ക്യാപ്ചർ ചെയ്യത്തില്ല. ഓക്കെ, നമ്മുടെ മൈൻഡ് അത് ഉള്ളിലേക്ക് എടുക്കത്തില്ല. അത് ആവശ്യമില്ലാത്ത എന്തോ പറയുകയാണെന്ന് വിചാരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മൾ എന്താണോ സംസാരിക്കുന്നത്, നമ്മുടെ ഓരോ വാക്കിനും പവറുണ്ട്. ആക്ച്വലി നമ്മൾ വെറുതെ തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങൾ പോലും ചില സമയങ്ങളിൽ നടക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വാക്കുകൾ എപ്പോഴും സൂക്ഷിക്കണം. നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ ടങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സംസാരിക്കുന്നത് സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ക്യാപ്ചർ ചെയ്യുന്നുണ്ടാവും. അത് എപ്പോഴും ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുക. എന്ത് പറഞ്ഞാലും അത് കേൾക്കും. നിങ്ങൾക്ക് അത് പറയാൻ പാടില്ല, ഇതിങ്ങനെ ഞാൻ പറയുന്നത് ഇത് മാത്രമായിട്ട് ഫിൽറ്റർ ചെയ്ത് അരിച്ചെടുക്കുന്ന സംഭവമല്ല സബ് കോൺഷ്യസ് മൈൻഡ്. എന്ത് പറഞ്ഞാലും അത് എടുക്കും. അപ്പോൾ പറയുന്ന നമ്മുടെ വാക്ക്, നമ്മുടെ നാക്ക് സൂക്ഷിക്കണമെന്ന് പറയുന്നില്ല, അത് പ്രോപ്പറായിട്ട് സൂക്ഷിച്ച് വേണം സംസാരിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി മുതൽ വൺ ഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്യും, വൺ ഡേ അങ്ങനത്തെ പരിപാടിയെല്ലാം നിർത്തുക. ഇന്ന് മുതൽ ചെറിയ ആക്ഷൻ ആയാലും അതിനുവേണ്ടി ഒരു സിമ്പിൾ എന്ന് വെച്ചാൽ ഞാൻ പറയണത് വളരെ ടൈനി ആയിട്ടുള്ള ഒരു കാര്യമെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമ്മുടെ കലണ്ടറിൽ ഇല്ല, ഓക്കെ, വൺ ഡേ ഇല്ല. ഇനി നമുക്ക് അതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ. ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.